ഹൗസ് ഓഫ് എസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീഖ. ഞാൻ ഇവരെക്കാട്ടി ഇച്ചിരി മൂത്തതാണ്. വളരെയധികം മൂപ്പുള്ള വ്യക്തിയാണ്. അതെ. ശരിക്കും നിങ്ങളുടെ വയസ്സ് എത്രയാണ്? അത് പറയണോ? രസമല്ലേ? നമ്മൾ നോക്കും, സത്യമായിട്ട് നോക്കി. ഫസ്റ്റ് ഞാൻ ഷെഫീക്കിനെ നോക്കിയായിരുന്നു. കൊള്ളാലോ ചേട്ടൻ നല്ല സാധനം നോക്കിയിരുന്നേ. പറയുമ്പോൾ എനിക്ക് പൊതുവെ ഹൈറ്റുള്ളവർ ഭയങ്കര ഇഷ്ടം. ആണല്ലേ? തോന്നിയില്ല. ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം തുടങ്ങാൻ വെച്ചെങ്കിൽ നമ്മൾ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ അറിയണതും ബാക്കി എല്ലാത്തിനും ബാക്കി തരാം. ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അതായിരുന്നു ഞാൻ. അതിന്നാണ് പിന്നെ ടീച്ചറായിട്ട് പോണത്. എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നിന് മാത്രം ഫോക്കസ് ചെയ്യാം. മനസ്സിലായി? ഞാനങ്ങനെ ആരും ലൈവ് അങ്ങനെ ഇരുന്ന് കാണാറൊന്നുമില്ല. ഞങ്ങൾ ഫോളോ ചെയ്യില്ല. നീ വിളിച്ചു വരുത്തി അഭിമാനിക്കാൻ അങ്ങനത്തെ വല്ല പ്ലാൻ ഉണ്ടാവും? ഫോളോ ചെയ്തിട്ടില്ല, ലൈവ് കാണാറില്ല. ആ വീട് ആക്ച്വലി നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ആ വീടിന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന പിള്ളേരല്ലേ ഒന്ന് ചോദിക്കാറുണ്ട്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു വീട്. അതിന്റെ ആ ഒരു ഷേപ്പ് അങ്ങനെയല്ല, ലൈക്ക് ആ ഒരു ഫ്രണ്ടിലോട്ട്. ഒരു ദിവസം രാവിലെ എനിക്കിപ്പോ ബെല്ലടി കെട്ടാണ് എഴുന്നേക്കണേ. അപ്പൊ പോയിട്ട് ഡോർ തുറന്നപ്പോ ഒരു പെങ്കൊച്ചി, ചേട്ടാ ഇതാ റീൽസി കാണുന്ന വീടല്ലേ? അതെ, ശരി കേട്ടാ. പോയി ഞങ്ങളോടൊന്നും ചോദിച്ചു, ഫാൻസ്, വീടിന്റെ ഫാൻസ് നമ്മളോടൊന്നും ചോദിച്ചില്ല, റീൽസി കാണുന്ന വീടല്ലേ? ആ ശരി. എങ്ങനെ റീച്ച് കയറല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാനൊരു വീഡിയോ ഇട്ടോ. പ്രശ്നമായിട്ടായി പറഞ്ഞ ഡയലോഗ്. ഇല്ല. വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഞാൻ പ്രശാന്തി. എൻ്റെ കൂടെയുള്ളത് ഇന്ന് ഹൗസ് ഓഫ് എയോസിലെ 3 കിട്ടുള്ള വ്യക്തികളാണ്. ഷെഫീഖ്, വിഷ്ണു, ജിഷ്ണു. നമസ്കാരം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും എന്താണ് ഈ ഹൗസ് ഓഫ് എയോസ്? ഹൗസ് ഓഫ് എസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീഖ. ആക്ച്വലി എയോസ് എന്ന് പറഞ്ഞാല് ആർട്ടോസ്ഫിയർ ആണ്. നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ സ്ഫിയറും ആർട്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ആർട്ടോസ്ഫിയർ. നമ്മളെ ടാഗ് ലൈൻ തന്നെ വി ബ്രീത്ത് ആർട്ട് എന്നാണ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫോമാറ്റ് പോലും ഡിജിറ്റലി ഉള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി. പക്ഷേ ഈ കോവിഡിൻ്റെ ഒക്കെ സംഭവങ്ങൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഡിജിറ്റലി ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ കൂടെ തന്നെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യണ്ട. കാരണം ഈ ടിക്ടോക്ക് സംഭവങ്ങൾ ഭയങ്കര കൂടുതലായിരുന്നില്ല ഒരു സമയത്ത്. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തേക്ക് പോവണ്ട എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് പരിപാടി. പിന്നെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ റൂഫിൻ്റെ അണ്ടറിൽ എല്ലാവരെയും, എല്ലാ ആർട്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരാം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ആർട്ടിസ്റ്റ് എപ്പോഴും ഒരു ഇതായി പോകും, സീസണലായി പോവുക. ഇപ്പോൾ ഡാൻസിനൊരു സീസൺ, സിംഗേഴ്സിനൊരു സീസൺ, അങ്ങനെ ഉണ്ടല്ലോ. അത് മാറി കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ള അതാണ് നമ്മളുടെ മെയിൻ ഗോളായിരുന്നത്. അപ്പം നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട്. ഞാൻ നിങ്ങളുടെ മുന്നൊരു വീഡിയോ, ലൈക്ക് നിങ്ങളുടെ തന്നെ ഒരു ടീമിന്റെ ഒരു ഫംഗ്ഷന്റെ ഇടയിലാണ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ട്രോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2021 നിങ്ങൾ ശരിക്കും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ 2021 ഹൗസ് ഓഫ് എയോസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന് മുന്നേ എന്തായിരുന്നു? ആർട്ടോസ്ഫിയർ എന്നാണ് കമ്പനിയുടെ പേര്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 തുടക്കത്തിലാണ്. അതിൻ്റെ ഒരു കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വന്നില്ലേ, ആ സമയത്താണ് നമ്മൾ ഇതിനെ ഹൗസ് ഓഫ് എയോസ്, അതായത് എയോസ് ആണ് ആർട്ടോസ്ഫിയർ ഷോർട്ട് ഫോം. അപ്പോൾ അവർ താമസിക്കുന്ന വീട് ഹൗസ് ഓഫ് എയോസ്, അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പരിപാടി. അതിനു മുമ്പ് നമ്മളെല്ലാവരും പല സ്ഥലത്തായിരുന്നു. അതായത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യണമായിരുന്നു, ഇവർ 2 പേര് തൃശ്ശൂർ വർക്ക് ചെയ്യണമായിരുന്നു. കൂടെ ഒരു അറൗണ്ട് 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാതും ഉണ്ടായിരുന്നു. ഡാൻസ് മാത്രമല്ല, മ്യൂസിക് പ്രൊഡക്ഷൻ, കൊറിയോഗ്രാഫി, അതുപോലെ ഫാഷൻ, എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയായി ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾ പല പല സ്ഥലത്തുള്ള ആളുകളായിരുന്നു എന്ന് പറഞ്ഞല്ലേ, ബാംഗ്ലൂർ, തൃശ്ശൂരൊക്കെ. ശരിക്കും എങ്ങനെ നിങ്ങൾ ഇങ്ങനെ എത്തിച്ചേർന്നേ? പല സ്ഥലത്ത് 2 അറ്റത്തുള്ളവരൊക്കെ. ബംബിൾ മാച്ച്. അത് വിശ്വസിച്ചേക്ക. അതൊരു ആക്ച്വലി വലിയൊരു
സ്റ്റോറിയാണ്. അത് പറഞ്ഞ ചിലപ്പോ ഈ എപ്പിസോഡ് അതെ, കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു. ഇല്ല, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഡാൻസ് ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു. തൃശ്ശൂർ ഒരു ഡാൻസ് ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു. പണ്ട് ഒരു 10-12 കൊല്ലം മുന്നേ ഞങ്ങളൊരു ഡാൻസ് ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു. പിന്നെ അവിടുന്ന് ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ ബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച്. ഞങ്ങൾ എറണാകുളത്തേക്ക് ഈ കോവിഡ് സമയത്ത് ക്ലാസ് എടുക്കാനായിട്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് ഇവരൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. എനിക്കിവരൊന്നും അറിയില്ല. എനിക്ക് ഇവരെ കൂട്ടത്തിലുള്ള ഒരാൾ മാത്രമേ അറിയുള്ളൂ. ഞാൻ എൻ്റെ കോളേജിലെ ജൂനിയർ ആയിരുന്നു. അങ്ങനെയാണ് കണക്ഷൻ ആണ്. ഞാൻ ഇവരെക്കാട്ടി ഇച്ചിരി മൂത്തതാണ്, ഇച്ചിരിയല്ല, വളരെയധികം മൂപ്പുള്ള വ്യക്തിയാണ്. അതെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ കേട്ട് അങ്ങനെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അല്ല, ഇപ്പോൾ ഇവരുടെ ടീമിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്തിരുന്നത്? ഞാൻ ഇപ്പോഴും ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. +2 വരെയുള്ള ഒരു സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. ലാസ്റ്റ് ഇയർ വരെ വർക്ക് ചെയ്തിരുന്നു. അതിന് മുമ്പ് ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഒരു കമ്പനിയിൽ, കൾഫിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡാൻസ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായിട്ടും സ്കൂൾ ടീച്ചറായിട്ടും വർക്ക് ചെയ്യണമായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ കൊച്ചിയിൽ തന്നെ 2 സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ കൂടെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇപ്പം ഫുൾ ടൈം ഇതിന് തന്നെ നിൽക്കുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഫീൽഡിലോട്ട് നോക്കുന്നേ ഇല്ല, ഒന്നും അതിൽ വേണ്ടി ചെയ്യുന്നൊന്നുമില്ല, ഗസ്റ്റായിട്ട് പോലും പോകാറില്ല അങ്ങനത്തെ ഇതിനൊന്നും? അതെന്താ വെച്ചാൽ ഇവിടെ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. ലൈക്ക് ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണിത്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്ത ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നതും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു മോട്ടീവ് കൂടിയാണ്. അവിടെ എല്ലാ ജോലിക്കും ഉണ്ടാവും. ഇപ്പം നമുക്ക് മുകളിൽ ഒരാൾ ഉണ്ടാകുമ്പോൾ ഞാൻ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്ത, ഭയങ്കര ഗാന്ധിജിയുടെ പാത പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. അഹിംസയാണ് എൻ്റെ മെയിൻ. അപ്പോൾ ആരെങ്കിലും തല്ലിയാൽ പോലും തിരിച്ചു തല്ലില്ല, മറ്റേ കാരണം കാണിച്ചു കൊടുക്കില്ല. ഇല്ല ഉണ്ടാക്കാനായിട്ട് ഞാൻ നിൽക്കാറില്ല. ആക്ച്വലി ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിപ്പോലാണ്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് അടിച്ച് ചിലപ്പോൾ ഇവന്മാരൊക്കെ തല്ലിക്കഴിഞ്ഞാലും കൊള്ളുവോ? ഇവന്മാര് തല്ലില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വയസ്സിന്റെ ഇതല്ല. നിങ്ങൾ ശരിക്കും എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? ശരിക്കും 5-6. ശരിക്കും നിങ്ങളുടെ വയസ്സ് എത്രയാ? അത് പറയണോ? ഞാൻ 33. 33. 26. അപ്പൊ നമ്മൾ കുറേ പ്രായക്കാരൻ. ഓക്കെ, അപ്പൊ സ്ഥലം എവിടെയാ? തൃശ്ശൂര് ചാവക്കാട്. നിങ്ങളുടെ? തൃശ്ശൂര് പറപ്പൂർന്ന പോലെ. കോഴിക്കോട് വടകര അല്ലേ? വടകര എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണല്ലേ. ശരി, ഞാൻ ശരിക്കും നിങ്ങളുടെ വീഡിയോ കാണുന്നത് എങ്ങനെ അറിയാം? നിങ്ങളെ 2 പേരെയും നോട്ടീസ് ചെയ്തിട്ടുണ്ടായില്ല. ഷെഫീഖിനെ നോട്ടീസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിലൊരു കുട്ടിയുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നേ. എൻ്റെ ഫ്രണ്ടായിരുന്നു, ഒരു കാലത്ത് എൻ്റെ നല്ല കട്ടക്കമ്പനി കുട്ടിയായിരുന്നു. പക്ഷെ എന്നെ കല്യാണം ഒന്നും വിളിച്ചില്ല. അപ്പോൾ ആ കല്യാണത്തിന് പോയില്ല, വിളിക്കാത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോസ് കണ്ടു, ഇങ്ങനെ നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തുവാ സംഭവം, അവളുടെയൊക്കെ പരിപാടിക്കൊക്കെ ഇങ്ങനെ വലിയ ആൾക്കാരൊക്കെ ഒന്ന് ഡാൻസ് കളിക്കൂ എന്നുള്ള സാധനം സുഖമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നന്ദന ഒക്കെ ഒരു യെല്ലോ സാരി കൊടുത്തിട്ട് ഡാൻസ് കളിച്ച് അത് ഞാൻ ഫസ്റ്റ് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. മലപ്പുറത്ത് പൊന്നാനി ആ ഭാഗത്ത്. അപ്പോൾ ആ പെൺകുട്ടി എൻ്റെ സഫ എന്ന് പറയും, ആ കുട്ടി എൻ്റെ അറിയുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കല്യാണത്തിനാണ് നിങ്ങൾ ഡാൻസ് ശരിക്കും ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഓക്കെ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ റീൽസിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ വരുമല്ലോ, ഫോളോ ചെയ്യണ്ട ഇല്ല. അതെന്താന്ന് വെച്ചാലേ, ഇപ്പൊ ഞാൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും അതിലൊരു കോഴിയാന്നൊക്കെ നിങ്ങൾ വിചാരിക്കില്ല. ഫോളോ ചെയ്യുന്ന ആൾക്കാർ കോഴിയാന്ന് വിചാരിച്ചു വെറുതെ ഉള്ളിലുള്ളവർക്ക് അങ്ങനെ തോന്നാം. അല്ല, ഉണ്ട്, സംഭവം ഉണ്ട്, ഉള്ളിൽ കോഴിത്തരൊക്കെ ഉണ്ട്. പക്ഷെ വെറുതെ നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കും, സത്യമായിട്ട് നോക്കി. ഫസ്റ്റ് ഞാൻ ഷെഫീഖിനെ നോക്കിയായിരുന്നു. കൊള്ളാലോ ചേട്ടൻ, നല്ല സാധനം നോക്കിയിരുന്നേ. പറയുമ്പോൾ എനിക്ക് പൊതുവെ ഹൈറ്റ് ഉള്ളവർ ഭയങ്കര ഇഷ്ടം. ആണല്ലേ? തോന്നിയില്ല. ഞാൻ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഷെഫീഖിനെ നോട്ടീസ് ചെയ്തു. പക്ഷെ എനിക്ക് ഷെഫീഖ് എന്ന പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കൊള്ളാം ചേട്ടൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരെ റീൽസ് കുറച്ച് കാണാന്നുള്ള രീതിയിൽ മറ്റേ ലൈക്കും ഫോളോ ഒന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷെ എന്നാലും ഞാൻ രസം തോന്നി. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പൊ കുറെ ആയിട്ട് നിങ്ങളുടെ അങ്ങനത്തെ ഒരു വീഡിയോസ് കാണാറില്ല. നിങ്ങളെ കല്യാണം ആരും വിളിക്കുന്നില്ല. ഞങ്ങൾ കല്യാണം വിളിക്കുന്നിടത്ത് പോയി ഡാൻസ് ചെയ്യുന്നതല്ല പണ്ട്. ആക്ച്വലി വെഡിങ് ആക്ച്വലി നമ്മൾ ചെയ്യാറില്ല.
പിന്നെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം പോയി, പിന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇങ്ങനെ അല്ല, ഇവിടെ ടീംസ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നവര്, വെഡിങ് എടുത്ത് ചെയ്യുന്നവര്, അത് നന്നായിട്ട് ചെയ്യണമുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ. ഞാൻ ശരിക്കും വിചാരിച്ച അങ്ങനെയാ നിങ്ങൾ മാരേജ് ഒക്കെ പോയിട്ട് അങ്ങനെ ഡാൻസ് ചെയ്യണം. ഇല്ല, നമ്മൾ അത്രയും അങ്ങനെ. ഞാൻ പറഞ്ഞു പറഞ്ഞു ഇത് നമ്മളെ പരിചയമുള്ള സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ഫാമിലിയിലും. നമുക്കൊരു ക്രൂ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ഫാമിലിയിൽ വരുന്ന ഫംഗ്ഷനൊക്കെ മീറ്റ് ചെയ്യാൻ പോകും. പിന്നെ അവിടെ വെറുതെ ഞങ്ങളൊരു വൈബ് കൊടുക്കും, ഡാൻസ് ഒക്കെ കളിക്കും. അങ്ങനെയാണ് ചില സാധനങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അല്ല എന്താ വെച്ചാല് മൂത്തതല്ലേ അവസരം കൊടുക്കട്ടെ. അല്ല ഇപ്പൊ എന്നോട് ആൾക്കാര് പറയാറുണ്ട്, ഞാൻ എവിടെ പോയാലും എന്നോട് ചെയ്യും കല്യാണം കഴിക്കില്ല. ആ ചോദ്യത്തിലോട്ട് ഞാൻ വരാനിരിക്കണേ. ഞാൻ ഷെഫീഖിന്റെ സ്റ്റോറി കണ്ടു, അങ്ങനെ കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടത്. ശരിക്കും കല്യാണം കഴിക്കുന്നില്ലേ? കഴിക്കണോ? പറയൂ, ഉണ്ടെങ്കിൽ പറയൂ. അല്ല, കല്യാണം അതൊക്കെ നടക്കുമ്പോ നടക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് വേണ്ടി ഇങ്ങനെ നടക്കാം, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടല്ല. ഇതെല്ലാം ഒരു സമയമാകുമ്പോൾ നടക്കേണ്ടതാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വഴി നോക്കി. ഇപ്പൊ ഞാൻ ഭയങ്കര പീസ്, ശാന്തിയിൽ ഭയങ്കര സുഖമായിട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിച്ചാൽ അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ല ഞാൻ പറയണത്. എന്ന് വെച്ചാൽ അതിന് വേണ്ടി ഞാൻ എന്റെ സമയം ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണില്ല. പക്ഷെ തോന്നിയിട്ടില്ലേ, അതായത് ഓ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിന് വരും. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് പോകും, ഏതൊക്കെയോ ആൾക്കാർ വരും, അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അപ്പൊ ഫാൻസ് ഒക്കെ വരും ആ സമയത്ത് ലൈവ് പോകുമ്പോ? ആ ഫാൻസ് ആണോന്ന് അറിയില്ല, ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ലൈവ് ഒക്കെ പോകുമ്പോഴേ ചില പെൺപിള്ളേർക്ക് ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോ അതിൽ ഇതിന്റെ കുട്ടിയെ സെറ്റ് ആക്കായിരുന്നു തോന്നിയിട്ടുണ്ടോ? അത് ഈ ലൈവിൽ നമുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കാൻ പറ്റില്ല. അങ്ങനെ അതുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നല്ലേ. ചിലപ്പോ വേണമെങ്കിൽ പേരൊക്കെ എഴുതിയെടുത്തിട്ട് പിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടോ? അത് പേര് എഴുതിയെടുത്ത് നോക്കുക, അങ്ങനെ നോക്കിയിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ ഇല്ല. അത് നല്ലൊരു ഐഡിയ ആണ് ആക്ച്വലി. ഐ ട്രൈ. നല്ല ഐഡിയ അല്ലേ? ഓക്കെ. ചെയ്തിട്ടല്ലേ? ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ അങ്ങനെ ആരും ലൈവ് അങ്ങനെ ഇരുന്ന് കാണാറൊന്നുമില്ല. സ്വന്തമായിട്ട് ലൈവ് പോവാറുണ്ട്. ഇല്ല. നീ വിളിച്ചു വരുത്തി അപമാനിക്കാൻ അങ്ങനത്തെ വല്ല പ്ലാൻ ഉണ്ടോ? ഫോളോ ചെയ്തിട്ടില്ല, ലൈവ് കാണാറില്ല. പക്ഷെ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നോക്കാറുണ്ട്. അല്ല അങ്ങനെയല്ല, പക്ഷെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലായത്. ഞാനിങ്ങനെ കാണുന്ന ആൾക്കാരെല്ലാം നിങ്ങളൊക്കെ വലിയ സംഭവമാണ് എന്നൊക്കെ എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു നിങ്ങൾ ആരാന്നുള്ളത്. വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഹൗസ് ഓഫ് AOS എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ സംഭവം ഉദ്ദേശിച്ചത് എന്താണ് ഇത്ര സംഭവം? അതായത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, സൊസൈറ്റിയിൽ ഒരു ഫെയിം ഉണ്ട്. എനിക്കതൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് എത്ര റീൽസ് ഇട്ടാലും എനിക്ക് എത്ര റീച്ച് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കാകെ കുറച്ചൊക്കെ റീച്ച് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ എന്തിട്ടാലും റീച്ചാ. അത് ഒരു സമയം ഉണ്ടായിരുന്നു ഇതുപോലെ. ഇത് കൺസിസ്റ്റൻസി ആണ് ആക്ച്വലി. പിന്നെ ഇന്നിപ്പോ നമ്മള് എല്ലാവരും, നമ്മൾ ജനിച്ചു വീണ കുട്ടി വരെ ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷനാ. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ, നീ ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റി ഇല്ല അതല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അല്ല, നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അല്ല ഞാൻ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ്. അപ്പൊ വരും. കൂടുതലും ഈ ഫോളോവേഴ്സിനേക്കാൾ ഉപരി ഞങ്ങളുടെ ആർട്ട് ഫോം പബ്ലിക്കിലേക്ക് ആൾക്കാർ കാണണം. ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റേജ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ 1000 പേര് വന്നാലും 1000 പേരേ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വെച്ചാൽ 10,000 വ്യൂസ് വന്നാൽ 10,000 പേര് അത് കണ്ടു. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അത് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ്. ശരിക്കും നിങ്ങൾ വൈറലായത് എപ്പോ തൊട്ടാ? അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 2000 ടൈം തന്നെ, 2021. അതായത് ഇൻഡിവിജ്വൽ എല്ലാവർക്കും പേജസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൗസ് ഓഫ് വേസ് എന്ന സാധനം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആർക്കും തുടങ്ങണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 3 ആൾക്കാരുടെ ഞങ്ങൾ എന്തായാലും തുടങ്ങും, നിങ്ങൾ ആരും വീഡിയോ ഒന്നും തരണ്ട, നമ്മളിലുള്ള ഇൻഡിവിജ്വലി ഉള്ള വീഡിയോ ഇട്ട് നമുക്ക് ചെയ്തു നോക്കാന്നാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ക്രൂ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഇൻഡിവിജ്വലി ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്, ഒരു ടീമായിട്ട് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് വിത്തിൻ 1 month തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു റീച്ച് വന്നു. പിന്നെ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളിങ്ങനെ ഇത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും ഓരോരുത്തർക്ക്, ഇത്രാം തീയതി ഇന്നയാൾ ഇത്ര ദിവസത്തെ. നമ്മൾ അത്ര ആൾക്കാരുണ്ട്, 7 പേരുണ്ടെങ്കിൽ ഒരാൾക്കൊരു 7 ദിവസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ ഔട്ട് നമുക്ക് കിട്ടും. അതിന് ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ശരിക്കും ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാ?
ഹൗസ് ഓഫ് ഏവിസിന്റെ ആർട്ടോസ്ഫിയറിന്റെ മാസ്റ്റർ ബ്രെയിൻ ആക്ച്വലി വേറൊരാളാണ്. പുള്ളി ഇപ്പൊ എവിടെ? പുള്ളി മരിച്ചോ? അല്ല, ഞങ്ങളിവിടെ ഇല്ല ഇപ്പൊ. പുള്ളി വേറെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. മൂപ്പര് തുടങ്ങി വെച്ചു, നിങ്ങളത് പിന്തുടരുന്നു അല്ലേ? അപ്പൊ അതിൽ അല്ല ഈ ഹാർട്ടിലല്ല ഹൗസ് ഓഫ് AOSM അതിന്റെ മാസ്റ്റർ ബ്രെയിന് അത് നമ്മളെല്ലാരും കൂടെ തന്നെയാണ്. ശരിക്കും ഫസ്റ്റ് ആര് തോട്ടായിരുന്നു എന്നാ പറഞ്ഞത് എങ്ങനെ നമുക്കത് തുടങ്ങാം? ഹൗസ് ഓഫ് നമ്മള് ഞങ്ങളെല്ലാരും കൂടി ഇരുന്നിട്ട് ആ സമയത്ത് നമ്മൾ കോവിഡിന്റെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, ഗ്യാപ്പ് ഉണ്ടായില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് ഇന്ന് തിരിയാൻ സമയം ഉണ്ടായില്ല, ഫുൾ വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല അടുത്തത് വരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം അത് എൻജോയ് ചെയ്തു. ഒറ്റയടിക്ക് ഇവിടുന്ന് എന്ന് വെച്ചാൽ താഴെ വീണു അടുത്ത വേവിൽ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റണില്ല, വീട്ടിൽ പോലും പോകാൻ പറ്റണില്ല. അത്രയും ക്രിട്ടിക്കലായിരുന്നു ആ സമയത്ത്. നമുക്ക് നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് കോവിഡ് വന്നിട്ട് അതൊക്കെ ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ആ സമയത്ത്. അറിവില്ലാത്ത കാലം. എന്നിട്ട് അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും അവിടെ തന്നെ താമസം. നമ്മൾ പിന്നെ അതങ്ങോട്ട് പുറത്തേക്ക് കാണിക്കാന്ന് വെച്ചു. കാരണം ആ ഒരു ലൈഫ് സ്റ്റൈലിന് ആക്ച്വലി ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മളത് കൊടുത്തു നോക്കാം, എങ്ങനെയാണ് റെസ്പോൺസ് എന്നറിയില്ല, ചെയ്തു നോക്കാന്ന് പറഞ്ഞു. പക്ഷെ നല്ല റെസ്പോൺസ് കിട്ടിയപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്തു. എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ ആ സമയത്തല്ലേ. അപ്പൊ ശരിക്കും നിങ്ങൾ ടിക്ടോക്ക് ഒക്കെ യൂസ് ചെയ്തിരുന്നു മുന്നേ? ഞാൻ ടിക്ടോക്ക് തുടങ്ങി 3-ാമത്തെ ദിവസം ഞാൻ ഇട്ട വീഡിയോ വൈറലായി. 4-ാമത്തെ ദിവസം ടിക്ടോക്ക് ബാൻ ചെയ്തു. എന്റതും അങ്ങനെ തന്നെ ഉണ്ടായ നമ്മളൊരു തൊഴിൽ പക്ഷികളാ. ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടു, കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, വെറുതെ കുഞ്ഞൊരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന പെൺപിള്ളേരെ മറ്റേ എങ്ങനെ റീച്ച് കയറുമല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാനൊരു വീഡിയോ ഇട്ടോ. ഇല്ല. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടു, ഒരു ഡാൻസ് ചെയ്യുന്ന കുഞ്ഞൊരു വീഡിയോ ഇട്ടു. അതെനിക്ക് ഭയങ്കരമായിട്ട് വ്യൂസ് കയറി. ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യാതെ കുറേ വ്യൂസ് കയറി. കുറേ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഭയങ്കര പൊലി. ഞാൻ ചോദിച്ചു ഇനി എനിക്ക് അടുത്ത കുറേ റീൽസൊക്കെ മീൻസ് കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടു ഞാൻ ഭയങ്കര ഫെയിം ആവും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ മനക്കോട്ട കെട്ടി നടന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അത് ഈ പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ബാൻ ചെയ്ത് പോയി. ആ വീഡിയോ സേവ് ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. ആ ഒരു വീഡിയോ ചിലപ്പോൾ മേ ബി ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ കിട്ടുമായിരിക്കും, നമ്മളെവിടെ അല്ലേ കിട്ടാത്ത. അതിന് വേണ്ടി ഇനി പുറത്തൊക്കെ പോണേ, ഞാൻ ഇല്ല. എനിക്ക് എൻ്റെ UAE-ലൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഇടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ട്രോളാറുണ്ട്, ഇത് നീയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയാം അത് ഞാൻ തന്നെയാണ്. പക്ഷെ അതൊന്നും വൈറലായില്ലെങ്കിലും. ട്രോളൊന്നും ഇഷ്ടമാണോ? ട്രോളുന്നതോ? ട്രോളൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷെ എന്നാലും പിന്നെ അവരെ അറിയട്ടെ ഒന്നുമില്ലേ, ആരെ പ്രശസ്തി ആഗ്രഹിക്കാത്തത് അല്ലേ? നിങ്ങൾക്ക് പ്രശസ്തി നിങ്ങൾ ആഗ്രഹിച്ചില്ല ആണല്ലേ? പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാൻ എല്ലാം നമ്മൾ ഷെഫീഖിനോടോ ചോദിക്കുന്നത്, നമ്മൾ ഇങ്ങോട്ട് വരാം. അതായത് ജിഷ്ണു ആൻഡ് വിഷ്ണു അല്ലേ സംഭവം? ജിഷ്ണു അത് വിഷ്ണു ആണോ? വിഷ്ണു വിഷ്ണു അല്ലേ? D4 ഡാൻസിൽ ഉണ്ടായിരുന്നു ജിഷ്ണു അല്ലേ? ഞാൻ കണ്ടിരുന്നു. ഇത് D4 ഡാൻസിലും സി കേരളത്തിന്റെ ഒക്കെ ഫൈനലിസ്റ്റ് ആയിരുന്നു അല്ലേ? ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പല്ലേ കണ്ടത്? അല്ല, മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ ഒരു ഫേസ്, ഒരു പണ്ടൊരു ഡാൻസർ ഉണ്ടായിരുന്നില്ല അജിത്ത് എന്നൊക്കെ പറഞ്ഞു, അവരുടെ ഒരു ഫേസ് കട്ടില്ലേ? പറഞ്ഞു അജിത്തേട്ടൻ എന്റെ സീസണിൽ അജിത്തേട്ടൻ മെന്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഞാൻ പണ്ട് D4 ഡാൻസ് കണ്ടിരിക്കാറുണ്ട്, അപ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ സി കേരളത്തിന്റെ കണ്ടു, അതിൽ കുറെ പെർഫോമൻസ് ഞാൻ പറയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ D4 ഡാൻസിലും ഈ പറഞ്ഞ പോലെ സി കേരളത്തിലൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്തപ്പോൾ ലൈഫ് അവിടെ തൊട്ടാണോ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങിയത്? എന്റെ ലൈഫാണോ? നിങ്ങളുടെ ലൈഫ്, ഇയാളുടെ ലൈഫ്. D4 ഡാൻസ് എന്ന് വെച്ചാൽ അതൊരു 7-8-9 വർഷമായിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. 8 വർഷമായിട്ടുണ്ടാവും. അല്ല, അങ്ങോട്ട് 8 വർഷമായിട്ടുണ്ടാവും. അതിന്നാണ് ഒരു സ്റ്റാർട്ട് ആയത്, എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അത്രേ ഉള്ളൂ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു ലൈഫ്. അവിടുന്ന് D4 ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല കൊറിയോഗ്രാഫീസ് ഞങ്ങള് എനിക്ക് 18 വയസ്സാവുന്നേ ഉള്ളൂ. അതിനുശേഷം കൊറിയോഗ്രാഫിയിലേക്ക് കടന്നു. അങ്ങനെ കൊറിയോഗ്രാഫി പഠിച്ചു ഞാൻ. പിന്നെ അതിനുശേഷം പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അതിന് മുന്നേ ഞങ്ങൾ പരിചയം ഉണ്ടായിരുന്നു. അതിന് വല്ല കോഴ്സ് ഉണ്ടോ എക്സ്ട്രാ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ സ്റ്റൈലിൽ മുംബൈയിൽ വെച്ച് ഡിപ്ലോമ ചെയ്ത ആളാണ് ഡാൻസിന്റെ. അപ്പം ഞാൻ ഡിപ്ലോമ കഴിഞ്ഞ് വന്നതും ഇവൻ D4 ഡാൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം ഏകദേശം ഒരേ ടൈമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ചാനൽസിൽ കൊറിയോഗ്രാഫീസ് എടുത്തു തുടങ്ങി. അമൃതയിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അന്ന് ഞങ്ങൾക്ക് പ്രായം കുറവാണ്. ഞങ്ങളെക്കാളും ഞങ്ങളെ പഠിപ്പിച്ച ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ എന്തോ ഭയത്തിന് ചെയ്ത സാധനങ്ങളൊക്കെ നന്നായി. അതിനുശേഷം ഞങ്ങൾക്ക് വന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ പെയറായി പല ചാനലില് ഏഷ്യനെറ്റ്, അമൃത അങ്ങനെയൊക്കെ ചെയ്തു.
അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഇപ്പൊ പറഞ്ഞില്ല കൊറോണ സമയത്ത് പിന്നെ എല്ലാവരും ഞങ്ങളൊക്കെ സ്പ്ലിറ്റ് ആയി. കുറച്ച് പേര് വേറെ ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, ഇല്ലാണ്ട് കുറച്ച് വേറെ ആൾക്കാരുണ്ട്. അവരും അവിടെ ക്ലാസ്സിൽ ഡാൻസ് പഠിക്കാൻ വന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കൊറോണ സമയത്ത് ഞങ്ങള് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി, രണ്ടുപേര് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. അതിനുശേഷം ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്തു. അതിനുശേഷം ഇപ്പൊ പറഞ്ഞില്ല ഒരു ആർട്ടോസ്ഫിയറിന്റെ ഒരു ആള് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു തോട്ടായിട്ട് വന്നു. ആ സമയത്ത് ആള് വെറുതെ ഒരു കാണാൻ വന്നതാ നമ്മളെ. അപ്പൊ ഞങ്ങൾ ആ തോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് തോട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് വീടെടുത്ത് മാറിയാലോ, അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്താലോ. അപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. എന്റെയും ശ്രീരാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവന്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ കൂടെ തന്നെ പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങള് 2021 ഒരു വീടെടുത്ത് ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ടേക്ക് മാറി. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ വീടാണോ നിങ്ങൾ അധികം റീൽസിൽ ആ വീട് ആക്ച്വലി നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ആ വീടിന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന പിള്ളേരല്ലേ ഒന്ന് ചോദിക്കാറുണ്ട്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു വീട്, അതിന്റെ ആ ഒരു ഷേപ്പ് അങ്ങനെയല്ല, ലൈക്ക് ആ ഒരു ഫ്രണ്ടിലോട്ട് നിന്നിട്ടില്ല. ഒരു ദിവസം രാവിലെ എനിക്കിപ്പോ ബെല്ലടി കെട്ടാണ് എഴുന്നേക്കണേ. അപ്പൊ പോയിട്ട് ഡോർ തുറന്നപ്പോ ഒരു പെങ്കൊച്ച്, ചേട്ടാ ഇതാ റീൽസ് കാണുന്ന വീടല്ലേ? അതെ. ശരി കേട്ടാ. പോയി ഞങ്ങളോടൊന്നും ചോദിച്ചു, വീടിന്റെ ഫാൻസ് നമ്മളോടൊന്നും ചോദിച്ചില്ല, റീൽസിൽ കാണുന്ന വീടല്ലേ? ശരി. അവിടെ അത്രയും നേരം കഷ്ടപ്പെട്ട് നിങ്ങൾക്കല്ല ഫാൻസ്, വീടിനാണ് ഫാൻസ്. അതായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെയാണോ നിൽക്കുന്നത്, ആ വീട്ടിൽ തന്നെയാണോ? അല്ല, ഇപ്പൊ ഞങ്ങള് 4 വർഷം അവിടെ നിന്ന് മാറി. നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ചും കൂടിയും കാര്യങ്ങൾ ഇൻഡോറിലൊക്കെ കുറച്ചും കൂടി നല്ല വർക്കുള്ള സ്ഥലം നോക്കി വേറൊരു വീട്ടിലേക്ക് മാറി. അവിടുന്ന് മാറാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ അറിയാവുന്ന ഡാൻസ് ആണ്. എല്ലാവർക്കും കുറച്ച് നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും ഡാൻസ് ആണ്. അപ്പൊ ഡാൻസ് വെച്ചിട്ടുള്ള പല രീതിയിലുള്ള ഇപ്പൊ റീൽസുകളാണ്. ഇത് വൈറലാവുന്ന വിചാരിച്ചിട്ടല്ല, ഞങ്ങളൊരു ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലെ കൊറോണ ഒക്കെ ഉണ്ട് വീട്ടിലിരിക്കുക, അങ്ങനത്തെ ഒരു മൂടായിരുന്നു. അപ്പൊ ഞങ്ങൾ വെറുതെ ചെയ്തു. വീട്ടിലിങ്ങനെ ഇപ്പൊ നന്ദു, അച്ചു അവരൊക്കെ വരാറുണ്ടായിരുന്നു. അച്ഛൻ്റെ വീടായിട്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ റീലൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ കേറുന്നൊന്നും അറിഞ്ഞില്ല, പക്ഷെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് തുടങ്ങിയതാ. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് എടുക്കുന്ന ഈ റീൽസിന് അത്ര വ്യൂസ് ഉണ്ടാവണമെന്നില്ല, അത്ര സംഭവം ഉണ്ടാകുന്നില്ല. നമ്മള് ചില സമയത്ത് ഞങ്ങളൊരു ഇതുപോലെ ഒരു ഫ്രെയിമിൽ ഫോൺ വെച്ചിട്ട് സോങ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്നുള്ള രീതിയിൽ എടുക്കും. ആ സമയത്ത് അങ്ങനെ പോകുന്ന കട്ടുകളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ട് റീച്ച് കിട്ടും. അത് ആൾക്കാരെ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഐഡിയയും കൂടെ വേണം. അതായത് ആൾക്കാർ എന്താണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമുക്ക് ഹാപ്പിനെസ് തരും, ശരിയാണ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ ആൾക്കാർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന സാധനം കൊടുക്കണം. ആ സമയത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. ചില സാധനങ്ങളൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യണതിന് അധികം ഇതുണ്ടാവില്ല. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ല, ഇവനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഞാനത് ചോദിക്കണം വിചാരിച്ചു. അതായത് നിങ്ങളിപ്പോ വീഡിയോസ് കാണുമ്പോൾ പക്ക ഒരു ഡാൻസ് മാത്രമായിരിക്കില്ല അതിലുണ്ടാവുന്നത്. ഇപ്പൊ ചില അതിലിങ്ങനെ ഓരോ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നത് നമുക്ക് കാണാം ഒരു വീഡിയോയില്. ഇപ്പൊ ഞാനും എന്റെ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം എഫേർട്ട് അതിൽ എഡിറ്റിങ്ങിലാണെങ്കിലും ഓരോ ഈ ഒരു ഇന്ന ഷോട്ടിൻ്റെതായിരിക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ ശരിക്കും മാസ്റ്റർ ബ്രെയിൻ ആരാ ശരിക്കും റീൽസിന്റെ ഒക്കെ? എഡിറ്റിങ്ങും ഷോർട്ടും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് ഇവര് രണ്ടുപേരാണ്. നിങ്ങളാണ് എഡിറ്റിംഗ് ചെയ്യാറ് നിങ്ങളുടെ എല്ലാ വീഡിയോയും? ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചസ് നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് നമ്മള് എങ്ങനെ നമുക്കൊരു സുഖം തോന്നൂലോ കാണുമ്പോ. ഒക്കെ പ്രീ പ്ലാൻഡ് ആയിരിക്കും ഓരോ റീൽസ്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ മുന്നേ കുറെ വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ ചെയ്യുന്ന സാധനം ഫോണിലേക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് ആക്ച്വലി എളുപ്പമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചാനലിൽ കൊറിയോഗ്രാഫി ചെയ്യുന്നതിൽ എത്ര എളുപ്പമാണ് നമ്മളിത് ഫോണിൽ ഒരു റീല് ഷൂട്ട് ചെയ്യാൻ. മനസ്സിലായി? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാനലിൽ ഒരു ഡാൻസ് പെർഫോമൻസ് കൊറിയോഗ്രാഫി ആണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിക്കണം, ലൈറ്റിംഗ് ആലോചിക്കണം, എല്ലാം ഒരു കൊറിയോഗ്രാഫറാണ് ഡിസൈഡ് ചെയ്യണത്. ആ ഒരു പെർഫോമൻസിൻ്റെ A to Z ഒരു കൊറിയോഗ്രാഫറാണ് ഡിസൈഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അത് ചെയ്ത് വന്നിട്ട് പിന്നെ നമുക്കൊരു ഫോണിൽ റീൽ ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകാൻ പറ്റി ഈ റീൽ എന്നുള്ള പരിപാടിയിൽ. അങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ആണല്ലോ ഇപ്പൊ നിങ്ങൾ മെയിനായിട്ട്? യൂട്യൂബിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇപ്പോഴാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ ആദ്യം തുടങ്ങാൻ അല്ല, ഇൻസ്റ്റാഗ്രാം ആയിരുന്നു ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. നമുക്കതൊരു ഏർണിങ്സ് എന്നുള്ളത് അങ്ങനെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയതല്ല. ഒരു രസം, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ആ മൊമെന്റ്സിനെ നമ്മൾ വീഡിയോ ആയിട്ട് നമുക്ക് തന്നെ ഒരു മെമ്മറി പോലെ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻസ്റ്റാഗ്രാം. അതിൻ്റെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് അതൊരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ യൂട്യൂബ് ഹാക്ക് ചെയ്തിട്ട് അക്കൗണ്ട് പോയി. ആദ്യം പോയി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അക്കൗണ്ട് തിരിച്ചു കിട്ടിയോ?
ഇല്ല അത് പോയി പോയി. പോയി. അപ്പൊ നിങ്ങൾക്ക് എന്താ ഉണ്ടായി നല്ല വിഷമം ഉണ്ടായി. കാരണം അത് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇതിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി നേടാം എന്നുള്ള സാധനം വെച്ചിട്ടാണ് അത് തുടങ്ങണേ. അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് അത് അത്യാവശ്യം നല്ല രീതിക്ക് പോണായിരുന്നു കേട്ടോ. അപ്പോഴാണ് അത് പോയത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആ ഹാക്ക് ചെയ്തവനെ കൈ കിട്ടി നിങ്ങൾ എന്ത് ചെയ്തേനെ? ഒന്നും ചെയ്യില്ല. അവനെങ്കിലും നേരെ ആവട്ടെ. ഞങ്ങൾ ഹാക്ക് ചെയ്തിട്ട് അവർ രക്ഷപ്പെടട്ടെ. പാവം. ചിന്തിച്ചിട്ടുണ്ടോ ആ അക്കൗണ്ട് ഇപ്പോ അതുണ്ടോ, അത് വേറെ ഏതെങ്കിലും പേരിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ അതൊന്നും അതില്ല. ചിന്തിക്കാറ് പോലും നോക്കി നമ്മൾ ആ സമയത്ത് കുറെ റിക്കവർ ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. അത് കിട്ടിയില്ല. അപ്പൊ തന്നെ എന്തോ ഈ മറ്റേ പുറത്തുള്ള ഏതോ ടീമാണ് ചെയ്തേക്കണേ. അത് പോയി ആ സമയത്ത്. പണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിഷാരടി ആരെങ്കിലാണോ? അല്ല, പിഷാരടി ഞാൻ ഒരു ഷോക്ക് പോയിട്ടുണ്ട് പണ്ട്. അവിടുന്ന് ബഡായി ബംഗ്ലാവ് പോയിട്ട് എനിക്ക് പിഷാരടി പൂവൊക്കെ തന്നിട്ടുണ്ട്. യൂട്യൂബിൽ നോക്കി നോക്കിയാൽ വീഡിയോ ഒക്കെ കാണാം. സത്യമായിട്ട് പോയി പിഷാരടി എനിക്ക് പൂവൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞു തന്നിട്ടുണ്ട്. പൂ എറിഞ്ഞപ്പോ പിടിച്ചതാണോ? അങ്ങനല്ല, എന്റെ പെർഫോമൻസ് കണ്ടിട്ടേ പിഷാരടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞു തന്നു എനിക്ക്. അപ്പൊ ഞാനത് ഇങ്ങനെ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് കുറെ കാലം കൊണ്ടെടുത്ത്. നല്ല ആണല്ലേ? അപ്പോ നമ്മളെന്താ പറയാ, യൂട്യൂബ്. അപ്പൊ യൂട്യൂബ് ഇൻകം കിട്ടുന്നുണ്ടോ? എത്ര കിട്ടുന്നുണ്ട്? അത് അത്രയും വലിയ ഇൻകം ഒന്നുമില്ല. പക്ഷെ എന്നാലും ഓക്കെ. ഞങ്ങൾ അത്രയും ആക്റ്റീവ് അല്ല യൂട്യൂബില്. പക്ഷെ ഞങ്ങൾ കുറച്ച് പ്ലാൻസുകളായിട്ട് നിൽക്കുകയാണ്. അത് നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഞങ്ങൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഈ AOS തുടങ്ങിയ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനൊക്കെ ഉണ്ടല്ലേ എന്ന് അറിയണത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഡാൻസിന്റെ കട്ടുകളും പല രീതി ഞങ്ങളെ പാറ്റേൺ ഒക്കെ ഇറക്കുന്നുണ്ടെന്ന്. അത് ഞങ്ങൾ 5-6 വർഷം മുന്നേ ചെയ്തതാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 വർഷം കൊണ്ട് പുറത്തായാലും അത് നമ്മൾ കണ്ടിട്ടൊന്നല്ല, നമ്മുടെ പാറ്റേൺ ആയിട്ട് ഇറക്കുന്ന കുറെ വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ കുറെ ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ചെയ്യുമ്പോ നമ്മൾ മാത്രം ആ പാറ്റേൺ ചെയ്യണുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ അറിയണതും. ബാക്കി വിഴുങ്ങിപ്പോയി. എല്ലാത്തിനും ബാക്കി തരാം. അല്ല, നമ്മള് തുടക്കത്തിൽ അത് ചെയ്തിരുന്നെങ്കിൽ ആ സമയത്ത് ഇത്ര ആൾക്കാരില്ല. ഇപ്പൊ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സോഷ്യൽ മീഡിയ, ഇത് ആക്ച്വലി നല്ല പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും അവരുടെ ടാലന്റ് കാണിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലേക്ക് ആയി. ഇപ്പോൾ ഒരു മെജോറിറ്റി ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ്. അതുകൊണ്ട് ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് പഠിപ്പിച്ച് മറ്റേ ടീച്ചർ ഡോക്ടർ പരിപാടിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവര് ആ ജോലിയൊക്കെ കളഞ്ഞ് ഇതിലേക്ക് തന്നെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനേക്കാൾ കൂടുതൽ ഇൻകം ഇപ്പോൾ ഒരു മാസം കിട്ടുന്നത് ചിലപ്പോൾ അവർക്ക് ഒരു വർക്ക് കൊണ്ട് കിട്ടും. അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിനകത്താണ്. ഇപ്പോൾ നമ്മൾ ഈ സാധനം അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരായിരുന്നു. പിന്നെ ഇപ്പം ആൾക്കാർക്ക് ഒരു ലോങ് വീഡിയോ കാണാനുള്ള പേഷ്യൻസ് ആക്ച്വലി കുറവാണ്. ഈ റീൽസും ഷോർട്സ് ഒക്കെ വന്ന കാരണം. പിന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാറ്? 3 പേര് ഷെയർ ചെയ്യും? അല്ലാതെ അങ്ങനെ അതിങ്ങനെ അളന്നു മുറിച്ചു എടുക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. പോയിന്റ് മറ്റേ പോയിന്റ് 96 ആണെങ്കിൽ അങ്ങനെ എടുക്കും നിങ്ങൾ? കറക്റ്റ്. ഞങ്ങൾക്കൊരു ആർട്ട് ഹൗസ് ഓഫ് ഫെയർസിന്റെ ഒരു കമ്പനി അക്കൗണ്ട് കൂടെ ഉണ്ട്. അപ്പൊ അതിലേക്കാണ് ഇൻകം പോവാ. അപ്പൊ അതിലൊരു ഇൻകം വെച്ചിട്ട് ബാക്കി നമ്മള് അവസാനം പോയിന്റ് 96 വന്നാൽ 96 അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങനെ കുറച്ച് പൈസ വെക്കും. പിന്നെ പിന്നീട് ആവശ്യം വരുമ്പോ അതൊന്നും എടുക്കാറ്. പോലെ ഇങ്ങനൊന്നും ഇല്ലട്ടാ, ഇങ്ങനെയുള്ളൂ. അതായത് ഞാൻ നോക്കി നിങ്ങളുടെ യൂട്യൂബിലെ 1 വർഷത്തോളായിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ കണ്ടു. 1 വർഷം ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ 6 മാസം മുന്നേ. പിന്നെ ഒരു മാസം മുന്നേ ചെറിയ ഒരു എൻഗേജ്മെന്റിന്റെ ഒരു ഡാൻസിന്റെ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വേണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല? ഇത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്കൊരു മൂഡ് വരും, ഇടയ്ക്കൊരു മടി വരും. ഞങ്ങക്ക് ഇതിന്റെ അല്ലാണ്ട് വേറെ വർക്കുകളാണ് കൂടുതലും. ഞങ്ങക്ക് കോളേജ് കൊറിയോഗ്രാഫേഴ്സ് ആണല്ലോ ഞങ്ങൾ. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള വർക്കുകളാണ് കൂടുതലും ഉള്ളത്. ഞാൻ നോക്കുമ്പോഴേ നിങ്ങൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ മറ്റേ ഒരു ചായ കുടിക്കാൻ പോയാൽ പോലും വ്ലോഗ് ഇടുന്ന ആൾക്കാരായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും വ്ലോഗ് ഇടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. നിങ്ങൾ ഒന്നും ചെയ്യുന്നുണ്ടോ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എവിടെ പോയി. ചായ കുടിക്കാറില്ല. ഞങ്ങൾ ചായ കുടിച്ചാൽ ആൾക്കാരെ ഞങ്ങൾ കാണിക്കണ്ട ചായ കുടിക്കണം. പക്ഷെ പണ്ട് നിങ്ങൾ കാണിച്ചിരുന്നു. മറ്റേ എന്ത് ചെയ്താലും കാണിച്ചിരുന്നു. ഒരു ട്രിപ്പ് പോയാൽ അത് വീഡിയോ
ആ ഒരു ട്രിപ്പ് പോയാൽ അവിടെ അത് ഇടുക, അവിടെ പോയി റീൽസ് ചെയ്യുക, എല്ലാം എല്ലായിരുന്നു കണ്ടു തോന്നുന്നു. ആ അപ്പോ ഇപ്പൊ അതൊന്നുമില്ല, ഒരു റീൽസോ ഒന്നുമില്ല. എന്ത് പറ്റി? പ്രായമായില്ലേ? ആണല്ലേ, പക്വത എന്ന റീൽസ് ഒന്നും ചെയ്യൂലല്ലേ? അല്ല അങ്ങനെയല്ല, നമ്മള് യൂട്യൂബിനൊരു ഒരു പ്ലാൻ ഓൾറെഡി നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ യൂട്യൂബ് ചാനൽ പുതിയ അല്ല അത് തന്നെ വേറൊരു പരിപാടി നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത വ്യൂസ് ഇട്ടാത്ത വന്നിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ടോ? ചില വ്യൂസ് ഞാൻ കണ്ടു, നമുക്ക് ചില വീഡിയോസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറെ വീഡിയോസ് ഇരുന്ന് കാണുന്ന ആൾക്കാരാണല്ലോ, ഞങ്ങൾ മാത്രല്ല എല്ലാവരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് 2 പേര് കാണുമോ, 2 പേര് ഷെയർ ചെയ്യുമോ, നമുക്കറിയാൻ പറ്റുമല്ലോ, നമുക്കൊരു മുൻധാരണ ഉണ്ടാവല്ലോ. അങ്ങനെ ചില വീഡിയോസ് അങ്ങനെ നമുക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും അത് ചിലപ്പോൾ കയറും, റീച്ച് ആവും. ചിലത് അങ്ങനെ കയറാണ്ടിരുന്നിട്ടുണ്ട്, എന്നാലും അതിൽ വിഷമമൊന്നും അതിൽ കൂടുതലും കയറാതിരുന്നിട്ടില്ല. സത്യം സത്യങ്ങൾ മാത്രം പറയുന്നു. ഈ മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? ഫസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു വീഡിയോയിൽ മറ്റേ മില്യൺ ആയിടാന്നൊക്കെ വീട്ടിലേക്ക് വിളിച്ചറിയോ പറയോ? അതല്ല, ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഇപ്പോൾ 96K ആണ് എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഏട്ടനെ പറയണം അത് വ്യൂസ് ഉണ്ടടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഒരു വീഡിയോക്ക് ഇപ്പോൾ 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഞാൻ അതുണ്ടായിരുന്നോ? അതായിരുന്നു ഞാൻ. അതിന്നാണ് പിന്നെ ടീച്ചറായിട്ട് പോണത്. എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എത്താത്തത്. ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാം, മനസ്സിലായി? നീ ഇത് മാത്രം ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, റീൽസ് എടുക്കരുത്. അല്ല അപ്പൊ ആ സമയത്ത് അതിലെന്തെങ്കിലും ആവണം എന്നായിരുന്നു ആഗ്രഹം. ഫുട്ബോളില് അതാണ് എൻ്റെ ആഗ്രഹമായിരുന്നത്. ഡാൻസ് എൻ്റെ ആഗ്രഹമായിരുന്നില്ല, ഞാൻ വന്ന് വീണതാണ് ഡാൻസില്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഫസ്റ്റ് മില്യൺ അടിച്ചപ്പോൾ ഞാൻ എൻ്റെ കോച്ചിന് വീഡിയോ അയച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് മില്യൺ ആയി പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു അതിന് എനിക്ക് എന്താ, എന്നിട്ട് ആളുടെ പ്രൊഫൈൽ കാണിച്ചെന്നു, ആൾക്ക് വെറും മില്യൺസ് ആണ്. ഈ ഫുട്ബോളിന്റെ ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര സന്തോഷം. എൻ്റെ ഫസ്റ്റ് വീഡിയോ പോണത് ഫസ്റ്റ് മില്യൺ ആണ് വീഡിയോ. നമ്മുടെ പാർവതി ഇല്ലേ ആക്ട്രസ്, ഇതൊക്കെ ചെയ്ത് ചാർലിയൊക്കെ, അവര് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു എൻ്റെ. അതെന്താ വെച്ചാൽ ഞാനൊരു പാറ്റേൺ ചെയ്തിരുന്നത് നമ്മളെ ഈ ട്രെൻഡിങ് ആയി വരുന്ന സ്റ്റെപ്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന സ്റ്റെപ്സ് എടുത്തിട്ട് മലയാള സോങ്ങിലേക്ക് അത് ക്ലബ് ചെയ്തിട്ട് ചെയ്യും. കാണാത്തതല്ല, ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് ഓരോ സ്റ്റെപ്സ് തന്നെയല്ലേ, ഓൾമോസ്റ്റ് സെയിം ആണ് ചെയ്യണത്. അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് മുമ്പത്തെ കഥ പറഞ്ഞത്, തുടങ്ങിയ സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കുന്ന ആളായിരുന്നില്ല ആക്ച്വലി. ഇവിടെ വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങണത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ അങ്ങനെ ആൾക്കാർ അവർ ഷെയർ ചെയ്തു, നമ്മളെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല എന്നാലും അവർ ഷെയർ ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് മില്യൺ. പിന്നെ എൻ്റെ വീഡിയോ പോണത് എന്നെ കാണാൻ പ്രണവ് മോഹൻലാലിന്റെ ചായ. ഞാനത് ചോദിക്കാം, എന്റെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കായിരുന്നു. അതായത് പ്രണവ് മോഹൻലാലിന്റെ ലുക്ക് എനിക്ക് തോന്നി. അപ്പൊ അതുപോലെ കുറെ ആൾക്കാർ ഇതില് കുറെ അടിപൊളി വീഡിയോ അത് പറഞ്ഞിട്ട് വൈറലായി. ഇപ്പോഴും യൂട്യൂബില് വീഡിയോ പ്രണവ് മോഹൻലാൽ ഡാൻസിങ് ആൻഡ് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നിട്ട് കിടക്കണത് ഞാൻ ഡാൻസ്. ആ ഒരു വൈറലായ വീഡിയോ അതാണോ നിങ്ങളുടെ? തക്കീലടിച്ചു എന്നിട്ടൊരു പാട്ടുണ്ട് അത്. എന്നിട്ട് അതിനകത്ത് താഴെ കമന്റ് അച്ഛന്റെ എല്ലാ കഴിവും കിട്ടിയ മകനാന്നാണ്. അതിനപ്പുറത്ത് ദുൽഖർ ഫാൻസ് എന്നിട്ട് കുഞ്ഞിക്കാട് അത്ര അഭിനയിക്കാൻ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും അടി അത് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ കൂടുതലും ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അങ്ങനെ പോണ സമയത്ത് ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രത്ത് കൊറിയ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ഞാൻ വേറെ ഫ്രണ്ടും ഉണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സെയിം കമ്പാർട്ട്മെന്റിൽ തന്നെ ജിയോ ബേബി എന്നാണ് ഡയറക്ടറില്ലേ, ആളുണ്ട് ഓൾറെഡി. അപ്പൊ ആളവിടെ ഉണ്ട്. പിന്നെ ഞാനിപ്പുറത്ത് ഇരിക്കുമ്പോൾ ഇവർക്ക് കണക്ഷൻ തോന്നിയിട്ടായിരിക്കാം, ആളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതാ ഞാൻ പ്രണവനായിരിക്കാം അങ്ങനെ തോന്നാം. പിന്നെ എന്നെ അറിയുന്ന പ്രണവിനല്ല, എന്നെ അറിയുന്ന ഒരു കപ്പിൾ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് കൈയൊക്കെ തന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഇവർ ഉറപ്പിച്ചു ഇത് ഇന്ന ആളെന്നെയെന്ന്. അങ്ങനെ ഞാൻ എണീറ്റ് അങ്ങോട്ട് നടക്കുമ്പോൾ അയാളുടെ അടുത്ത് ഇങ്ങനെ ആണിക്കോട്ടെ, അയാൾ തിരിച്ചു വരുമ്പോൾ അപ്പൊ ഞാനും എന്താന്നറിയില്ല, ഞാനും മറ്റേ മൂവിലെ പോലെ ഇത് കഴിഞ്ഞിട്ട് വണ്ടി നിർത്തിയ സ്റ്റേഷനിൽ. അപ്പൊ ഇയാള് പുറത്തിറങ്ങി വന്നിട്ടേ ഞാൻ ഇങ്ങനെ വിൻഡോ സൈഡിലായിരിക്കണേ, എന്നോട് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ അല്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതാ. അല്ലേ അപ്പൊ ഞാന് എന്താണ് എനിക്ക് മനസ്സിലാവണ്ട ഇയാൾ ഇതാ ഉദ്ദേശിക്കണെന്നുള്ളത്. എന്തൊരു രസമല്ലേ നമുക്ക്. ഞാൻ നല്ലതായിട്ട് ഇപ്പൊ സിനിമ ഒന്നും ചെയ്യണില്ലേ,
ചേട്ടാ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. പ്രണവല്ലേ? അല്ല. അയ്യോ അതുപോലെ ഉണ്ട് കേട്ടോ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാവരും പറയാറുണ്ട് തന്നെ. ആള് പോയി. ഇതായിട്ട് ഞാൻ ഡോറിൻ്റെ അവിടെ നിന്നപ്പോൾ ഒരു സെക്യൂരിറ്റി ചേട്ടൻ, നല്ല പ്രായമുള്ള ചേട്ടനാണ്. ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യണേ എന്ന് ചോദിച്ചെന്നോട്. ഞാനൊന്നും ചെയ്യണില്ല ചേട്ടാ, ഞാനിങ്ങനെ വെറുതെ നടക്കുകയാണ്, യാത്രകളൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആളടുത്ത്. അപ്പോൾ ആൾ ചോദിച്ചു എന്താ പേര്? ഷഫീഖ്. അച്ഛൻ്റെ പേര് പറയിനി. അപ്പം ഞാൻ മോഹൻലാൽ. എനിക്കറിയായിരുന്നു ആളെന്നോട്, എനിക്കറിയായിരുന്നു. ചേട്ടാ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. അത് നീ അതെന്നെ ഫോട്ടോ എടുത്തല്ലോടെ. ആള് വിശ്വസിക്കില്ല. എനിക്കറിയാം നിന്റെ അച്ഛന്റെ പേര് മോഹൻലാൽ. എവിടെയൊക്കെയോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ എന്നോട് ഇത് ആദ്യമായിട്ട് പറയണത് പള്ളിയിലെ ഖത്തീബ ഉസ്താദ് വന്നിട്ടാണ് എന്നോട് പറയണത്, നിന്നെ കാണാൻ പ്രണവ് മോഹൻലാലിന്റെ പോലെയുണ്ട്. അപ്പൊ ഞാൻ മൂപ്പരെങ്ങനെ പ്രണവ് മോഹൻലാലിനെ കണ്ടത് ആലോചിച്ച് പറഞ്ഞത്. ആള് എഴുതണൊക്കെ ആളാണ്, അതുകൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്കറിയില്ലായിരുന്നു ആക്ച്വലി. അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കണേ പ്രണവിനെ. അതിന് പ്രണവിനെ അറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കുറെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറെ സിനിമ അങ്ങനെ ഇതൊന്നും അങ്ങനെ കാണലുണ്ടായിരുന്നില്ല. ഇപ്പൊ കാണാൻ തുടങ്ങി. ആദ്യം അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ഞാനും ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞില്ലേ പ്രണവിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും ഈ പറഞ്ഞ പോലെ തന്നെ പ്രണവിന്റെ ഏകദേശം ലുക്കാണ്. ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ എല്ലാവരും പിന്നെ ഇങ്ങനെ നോക്കും. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്നെ നോക്കുന്നതാണ്, പിന്നെ മനസ്സിലായി എന്നെ അല്ല അവനെയാ നോക്കുന്നത്. കറക്റ്റ് പ്രണവിന്റെ മനസ്സിലാവാൻ എത്ര സമയം എടുത്തു? കുറച്ച് കാലം എടുത്തുള്ളൂ. അത് അവൻ തന്നെ പറഞ്ഞു എന്നെയല്ല എന്നെയാണ് നോക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇവനിങ്ങനെ അന്തം വിട്ടൊക്കെ നോക്കിക്കും. അപ്പം ഞാൻ ചോദിക്കും എന്നെ കണ്ടിട്ടാണ് നോക്കുന്നത്, ഞാൻ അവരോട് പറയാം എന്നെയാണോ നോക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ എന്നെയല്ല അവനെയാണ് ശരിക്കും തോന്നും. അവൻ ഈ പറഞ്ഞ പോലെ നിന്നെ കണ്ടാൽ നോക്കൂട്ടാ. അപ്പൊ ഞാൻ സുന്ദരിയാണല്ലേ? പിന്നെന്താ മറ്റേ മെഹറിന്റെ പോലീസാണ്.